ഹായ് ഗായ്സ്, നമ്മുടെ ഓണ ഷൂട്ടിന് വേണ്ടി പോവാണ്. നമ്മുടെ ഓണ ഷൂട്ടായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിരുന്നത് നമ്മുടെ അരവിന്ദ് എന്ന് പറയുന്ന കളരി അമ്പലത്തിലാണ്. അല്ല, എവിടെ സ്ഥലം പറഞ്ഞത്? നമുക്ക് ഇവിടെ കളരി അമ്പലത്തിൽ. അത് എവിടെയെന്ന് വെച്ചാൽ പുലിയിലെ. ഇവിടെ രാവിലെ 7 മണിക്ക് ഷൂട്ട് പറഞ്ഞിട്ട് വെളുമാറെ ഷാർപ്പ് ടൈം ആയിരുന്നു. 8 മണി സമയം 8:30. ഷൂട്ട് താമസിച്ചത്. ഞങ്ങള് ഷൂട്ടിനെത്തി. ആണല്ലേ പറഞ്ഞോ, 2 വാക്ക്. ഓണം എന്ന് പറയുമ്പോൾ ഒരു ഓണമാണ്. ആ ഓണത്തിൽ ഓണം തള്ളിയ ജീവിതത്തെക്കുറിച്ചുള്ള ജീവിത രീതികളെ കുറിച്ചും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളെല്ലാം കൂടെ. ആ ഒരു ഓണത്തിൽ എല്ലാവർക്കും 1000 ഓണാശംസകൾ. ഇത് ഗോപികയുടെ അത്തപ്പൂക്കളം. എന്റെ പൊന്നി, ഇവിടെ ഞാൻ കണ്ടില്ല. നിങ്ങൾക്കൊരു കാര്യം കാണണോ? ഇതാരിത്? ഏതുവിനെ കണ്ടോ? എങ്ങനെയുണ്ട്? ഏത് ഇങ്ങനെ നോക്ക്. ഏത് കണ്ട? അങ്ങനെ അത്തപ്പൂക്കളം. ഞങ്ങൾ അവിടെ നേരെ ഷൂട്ടിംഗ് ലൊക്കേഷൻ പാട്ട് വരയ്ക്കാൻ. വെയില് കുറവല്ലേ? ഒക്കെ കഴിഞ്ഞല്ലേ? ഇവിടെ എന്തിനാ ഒരുങ്ങി തന്നെ? റീലെടുക്കണം. ഞങ്ങളെല്ലാവരും ഭയങ്കര നേരത്തെ ആയതുകൊണ്ട് ഒട്ടും വെയിലില്ല. രാവിലെ ഇവിടെ വന്ന് നിന്ന് നല്ല വെയിലായി. ഇനി എപ്പോൾ ഫോട്ടോ എടുക്കുമെന്നൊന്നും ഒരു പിടുത്തമില്ല. ഫുള്ള് വെയിലായി. പക്ഷേ ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, പാട്ട് വരയ്ക്കുന്ന ലൊക്കേഷൻ അറിയാവുന്ന ആരുമില്ലല്ലോ. നമ്മൾ വേറെ ലൊക്കേഷനും പോകാൻ നിന്നെയാണ്. ഇതെന്തുവാ? അപ്പോൾ ഞാനങ്ങനെ കുറിയിടാറില്ല. അപ്പോൾ ഞാൻ കുറിയൊക്കെ ഇടുന്നു. എനിക്ക് ഞാനങ്ങനെ കുറിയും കാര്യങ്ങളൊന്നും ഇടാറില്ല. മുടിയൊക്കെ ഇരിക്കുന്നതൊക്കെ ഒരുമാതിരി എഴുന്നേറ്റ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ അരവിന്ദ് ബ്രോ. എനിക്ക് പിന്നെ അങ്ങനെ ഫോട്ടോയോടൊന്നും കമ്പമില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫോട്ടോ എടുത്താൽ മതി. അവിടെ അജീഷ് അണ്ണൻ. ഗൈസ്, അങ്ങനെ ഷൂട്ട് കഴിഞ്ഞില്ലേ? സോറി, ഷൂട്ട് കഴിഞ്ഞില്ല. നമ്മൾ ഇനിയും 2-3 എണ്ണമുണ്ട്. എനിക്ക് വീഡിയോ എടുത്താൽ മതി, എനിക്ക് ഫോട്ടോ എടുക്കണമെന്നില്ല. പക്ഷേ സമയം വേണം. എന്തിനും സമയമില്ല. വെയിലായി. നേരത്തെ പറഞ്ഞല്ലോ, വെയിൽ കയറി കൂടി. പക്ഷേ ലൊക്കേഷൻ കാണാൻ പറ്റുമോ? കൊള്ളാം. കണ്ടാ? എല്ലാവരും അങ്ങോട്ട് നടന്നു, ഞാനും ഇവിടെ പുറകിലായിപ്പോയി. യെസ്. അപ്പം നമുക്ക് ബാക്കി ഷൂട്ടിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ. അജീഷാണ് എൻ്റെ പുതിയ കിളികളെ ഞാൻ പരിചയപ്പെടുത്തരാം. ഓക്കെ. എന്തുവാണ്? കിളിയാണ്. ഞാൻ അടുത്ത ബോക്സ്. ഏതാണ് കിളി? ഏതാ കിളി? നിങ്ങൾ പറയണം. പേരൊക്കെ നിങ്ങൾ പറയണം. കിളിയുടെ പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയണം. എത്ര രൂപ കാണും? തുറന്നു നോക്കിയിട്ട് പറയാല്ലേ? എല്ലാം നമുക്ക് തുറന്നു നോക്കിയിട്ട് പറയാം. കൊണ്ടോ കിളി ഉണ്ടോ? അതിനകത്ത് ഉണ്ട്. ഓരിക്കുന്നു. പ്രാവാണോ അത്? ഏതോ കിളി കാണണോ? ഇത് കിളി. ഇതാണ് കിളി. നമുക്ക് ഇതിനെ അകത്തോട്ടിടാവേ. നമുക്ക് അജീഷന്റെ കിളിയെ അതിനകത്തോട്ടിടുന്ന ഒരു മംഗളകർമ്മത്തിലെ ഗോപിക ഏർപ്പെടുന്നു. ഇതിനകത്താണോ? അതിനകത്തൊന്നും അറിയില്ല. ഇതിനകത്തൊരു 3 കിളിയുണ്ട്. കാരണം ഇതിനകത്ത് കിടക്കുന്ന ഒരാൾക്ക് ഒരു കൂട്ട് പോകും. എന്ത് കിളിയാ നോക്കട്ടെ? ഞാൻ നോക്കാം. അങ്ങനെ തുറക്കരുത് പറഞ്ഞു. ഡയമണ്ട്. അയ്യോ, ഞാൻ പേര് പറഞ്ഞിടേ. ഡയമണ്ട്.
ആ അപ്പുറം നിർത്ത്, അപ്പുറം നിർത്ത്. 1 2 3 അപ്പിട്ട് പേടിച്ചു. അവര് പേടിയാണ്. പേടിയൊക്കെ മാറി ഒരു ഹാപ്പിയായിട്ട് പറക്കട്ടെ. അപ്പൊ ഇത് ഈ ഇനത്തിന്റെ പേരെന്ന് പറയോ? ഈ ഇനത്തിന്റെ പേരെന്തോ? ജാവേ. മറ്റേതോ അണ്ണൻ പറഞ്ഞില്ലേ പീലി വിടർത്തുന്നു. അത് ഡയമണ്ട് ആണ്. ഇതാണ് നമ്മൾ നെറ്റിൽ നോക്കിയപ്പോ കണ്ട സാധനം. പറന്നാ കിട്ടത്തോലും ഇല്ല സാധനത്തിന്. പറന്നു പോയി. ചേച്ചി ഏ ചാനല? ഏ ചാനല? ഡയമണ്ടിനെ കാണുന്നത് കണ്ടോളൂ. കണ്ടോ? ഇതില് ഓഫീസ്. ഇറങ്ങിയോ? ഇപ്പൊ ഇറങ്ങും. അണ്ണാ അടച്ചോ. ഇറങ്ങുന്നില്ല, ഇവിടെ ഇരിക്കുക. താല്പര്യമില്ലാത്ത രീതിയിരിക്കും. താല്പര്യമില്ല, പേടിച്ചിരിക്കുക. ഞാൻ ഇതേ കൂടെ കൈ ഇടുന്നുണ്ട്. ഇറങ്ങിയടാ, അടിപൊളി. ഡയമണ്ട് പേടിച്ചിരിക്കുകയാണ്. റെഡിയാണ്. അവർ പറഞ്ഞു പോയി. ഇതാണ് ഡയമണ്ട് കേട്ടോ. പ്രാവിന്റെ വേറെ ഇനം. എനിക്ക് കിട്ടി. കിട്ടി. പീലിയൊക്കെ വൃത്തിക്കൊള്ളു. ഞാൻ വീഡിയോക്കകത്ത് കണ്ടത് അത് കുറുകുന്ന സമയത്തുള്ളതാണ്. ഇത് കൊള്ളാം കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ചോദ്യം ഇതല്ല. ഇതിനെല്ലാം കൂടെ എത്ര രൂപയ്ക്കാണ് കൂടി? 6000. ഞാനൊരു 8 രൂപ. 8. നീയോ? ഞാനൊരു 2 3. അപ്പൊ എത്ര രൂപ നമുക്ക് നോക്കാം. എണ്ണത്തിനും കൂടെ നമ്മൾ ഈ ഒരു 3 കിളികളും 2 ഡയമണ്ടിനും കൂടെ 45,000. അതായത് ഞാൻ 60 പറഞ്ഞ 4500 രൂപ. 45,000 ഒന്നും അല്ല. ഞാൻ 60 പറഞ്ഞു. നീ എത്ര? 8. 4,500 രൂപയുടെ കിളിയാണോ അത്? നോക്കട്ടെ. 4,500 രൂപ എന്തോരം കാൽസ്യം കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഫുഡാണ് കണനാക്ക് എന്ന് പറയും. ഇതെല്ലാം കിളിക്കൂടിൽ ഇടുന്നത് വളരെ നല്ലതാണ്. അവർക്ക് എഗ് ചെയ്യാനൊക്കെ ഭയങ്കര ഉപയോഗമാണ്. ഇനിയുള്ള നമ്മുടെ പരിപാടി ഞാൻ ഈ ഡ്രസ്സൊന്നും നോക്കിയേ, നല്ല രസമുണ്ടല്ലേ. സെറ്റ് ചെയ്യുന്നു. എല്ലാം സെറ്റ് ചെയ്ത് അടിപൊളി. നമ്മുടെ ഇത്രയും കിളികൾക്ക് ആയത് 4,400 രൂപ. 100 രൂപ. 4,400 രൂപയുടെ കിളി. നിങ്ങൾക്ക് ഞാൻ അത്തപ്പൊക്കെ പരിചയപ്പെടുത്തരാം. നമുക്ക് അതൊക്കെ അറിയാവോ? എടാ, നിങ്ങളുടെ വീട്ടിൽ നീ എന്തോ ഒരു ബെറ്റ് വെച്ചായിരുന്നല്ലോ, അത്തപ്പൂക്കളം ഡെയിലി 10 ദിവസം ഇടുന്നു. ഒരു ബെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത്തം 1 തൊട്ട് 10 വരെ അത്തപ്പൂക്കളം ഇടുമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. അടുത്ത വർഷം അല്ലേ? ഓക്കെ. ഇതാണ് അജീഷന്റെ സ്വപ്ന ഭവനം. എന്തുവാണ് പരിപാടി? നമ്മുടെ അലിഗേറ്റർകാരൻ്റെ കുളമൊക്കെ ഒന്ന് വൃത്തിയാക്കി പഴയ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് പുതിയ വെള്ളമൊക്കെ നടക്കണം. ഇതൊക്കെയാണ് പരിപാടി. എത്ര വർഷമായി ഈ കുളം? ഇതൊരു 2 വർഷം. 2 വർഷമായി അല്ലേ? ഇത് പടുതാക്കുളം എന്ന് പറയും. പടുതാക്കുളം അതെന്തുവാ? താറപ്പെട്ടിട്ട് ഉണ്ടാക്കുന്ന കുളത്തിനെ പറയുന്ന പേരാണ് പടുതാക്കുളം. ഇവിടെ എന്തൊക്കെയുണ്ട് ഇപ്പൊ? ഈ കുളമുണ്ട്, ഈ കുളത്തിൽ അലിഗേറ്റർ ഉണ്ട്, 2 വെള്ള ജയിൻ്റോടൊപ്പം ഉണ്ട്. ഗൈസ്, നമ്മള് അജീഷണന്റെ വീട്ടിൽ വന്നു. അജീഷണന്റെ ഇവിടുത്തെ എന്ത് പറയുന്നത്, പെറ്റ്സും പിന്നെ കുറെ ഫിഷുകളും താറാവ്, കോഴി, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. പശു കൊടുത്തരണം. പശു പോയോ? പശു ഇവിടെ ഇല്ല. പശുവിനെ അടുത്ത വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അടുത്തെന്താ പ്ലാൻ? എന്തുവാ? കുതിര. ഇവിടെ ഒരു കുതിര ഉണ്ടായിരുന്നു, നിങ്ങൾ വീഡിയോസ് തന്നെ കണ്ടു കാണും. ഇവിടെ കുതിര ഉണ്ടായിരുന്നു. അതിപ്പോ ഫ്രണ്ടിൻ്റെ കൊടുത്തേക്കുവാണ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിനിപ്പോൾ ഉടനെ കൊണ്ടുവരും. പിന്നെ നമ്മളില്ല ഒട്ടക, അങ്ങനെ സംഭവം ഉണ്ട്. ഒട്ടകം നോക്കാന്ന് പറഞ്ഞോ? ഒട്ടകപക്ഷി. യമു. നിങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ സാധനത്തിനും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഒരു അടുത്ത ഫിഷ് ടാങ്ക്. ഇതിനകത്ത് കിടപ്പുണ്ട് മീൻ. ഭാഗ്യം വേണ്ടി നമുക്ക് കാണാം. ഇതുകൊണ്ട് ഒരാളായിരുന്നു.
കണ്ട് 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 വേണ്ട വേണ്ട. ഞാൻ പൊങ്ങി വരുന്നു, വേറെടുക്കാൻ വേണ്ടി വരുന്നു, മീഡിയം വേറെടുത്തു. അതിപ്പോ എത്രയായി? 2 അടി. 2 അടിയായി അല്ലേ? 2.5 അടി. 2 അടിയായി. ആ പിന്നെ എന്തൊക്കെയാണ് ഇതിനകത്ത് നമ്മുടെ കുറച്ച് ലവ് ബേഴ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് നോക്കട്ടെ. ഫുള്ള് ലവ് ബേഴ്സ് ആണ്. ഏതാണ്ടൊരു 8 ജോഡി ലവ് ബേഴ്സ്. 8 ജോഡി. ഇത് ഫുള്ള് ഫിഞ്ചസ്. ഫിഞ്ചസ് 2, പിന്നെ സാധാ ഫിഞ്ചസ് ഉണ്ട്, ബംഗാൾ ഫിഞ്ചസ് ഉണ്ട്. ഇത് പറക്കും. പ്രത്യേകം ഫിഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തൂക്കണാങ്കുരുവില്ലേ, അതിന്റെ ഒരു ജനറേഷൻ. അതും ഇത് പുതിയ കൂടാ കേട്ടോ. ഞങ്ങൾ ഇന്നലെ സെറ്റ് ചെയ്തേ ഉള്ളൂ. വ്ളോഗ് നിങ്ങൾ കണ്ടു കാണാം, ഇല്ലെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. വേണ്ടോ? ഇതിനകത്ത് കിടക്കുന്ന തലയിട്ടൊക്കെ ഇത് ഇന്നലെ അങ്ങോട്ട് പണിഞ്ഞ കൂടൊക്കെ സെറ്റ് ചെയ്തോ ഇരിക്കുന്നു. ആണോ ഇന്നലെ പറഞ്ഞ സാധനത്തിന് വാങ്ങിയാ? അതേതാ വാങ്ങാൻ പോന്നെ? ഡയമണ്ട് ഒരു സൈസ് അരിപ്രാവുകളാണ്. ഡയമണ്ട് എന്ന് പറഞ്ഞാൽ അരിപ്രാവ്. വേറെ എന്തൊക്കെയുണ്ട്? ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടായിരുന്നു. അതിൽ കൊറേ എന്ത് ഇതാണ് എന്ത് പേര് അറിയാവുന്നൊരു കമന്റ് കേട്ടോ. ഈ സാധനം തിന്നോ പോട്ടെ. ഇതിന്റെ പേര് പറയായിരുന്നല്ലേ? ഒന്നാണ് പറഞ്ഞത്. കൊള്ളാം. കഴിക്കുന്നു. പേരറിഞ്ഞൂടാ. പേരറിയുന്നൊരു കമന്റ് ഗൈസ്. പേരെന്തായിരുന്നു? അന്ന് പറഞ്ഞു തന്നായിരുന്നു. നമ്മൾ വന്ന് ഉപ്പ് കൂട്ടി തിന്നായിരുന്നല്ലേ? ഇപ്പം പറഞ്ഞുതരാം. ഒരു സംഭവത്തിൽ നോക്കിക്കോട്ടെ. ഹരീഷന്റെ വീട്ടിൽ നിന്ന് ഹരീഷനെ ഒരു ശുഞ്ഞുണ്ണി മണിയെ കാണിച്ചു തരാം. ഏതു ഇങ്ങോട്ടൊക്കെ ഇനി ഷോയ നോനോ പറ. കാക്ക ഇനി ഹരീഷന്റെ അടുത്തൊരു കാര്യം കാണിച്ചു തരാം. അടുത്തൊരു കാര്യമല്ല, അടുത്തൊരു പെറ്റ്സിനെ കാണിച്ചു തരാം. അതിൽ കൊടുക്കുന്ന ഫുഡ് കണ്ട, ഒരു നേരം കൊടുക്കും ഫുഡ്. അത് നല്ല വിശാലായിരിക്കും. ഇതാണ് റോക്കി. ഇവനാണ് ടോമിക്കും വിശാൽ ഫുഡാ. കഴിച്ചോ ടോമി. ഇത് ഒരു നേരം ഉള്ള ഫുഡ്? ഒരു നേരം ഉള്ള ഫുഡ് ഇവർക്കോ? അല്ലല്ല, രാത്രിയും കൊടുക്കും. രാത്രിയും കൊടുക്കും. ഇത് തന്നെ അല്ല, രാത്രി അല്ലാതെ പിന്നെ റെഡിഗിരി അടിച്ചു വെച്ചിട്ടുണ്ട്. ചുമ്മാ അങ്ങനെ ഡോഗിന് രാത്രി പെഡിഗിരി കൊടുക്കുന്നു. എനിക്കിവിടെ വന്നിട്ട് നിന്റെ ഒരു എക്സ്പീരിയൻസ്, ഇവരെ അടുത്ത കണ്ടന്റ് ഇവരെ ഞാൻ പറഞ്ഞുതരാം വേണേ കഥ. എനിക്കിവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങളെ വീട്ടിലുണ്ടായിരുന്നു അതേപോലെ? എന്റെ വീട്ടിൽ ഒരു കോഴിക്കുഞ്ഞുണ്ടായിരുന്നു, അതേ ഉള്ളായിരുന്നു. വേറെ ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്നിട്ട് പഴയ വീട്ടിലായിരുന്നു, പുതിയ വീട്ടിലൊന്നുമില്ല. ഇവിടെ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ വന്നിട്ട് എന്റെ ആദ്യം എനിക്ക് ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരു മിനി സൂ എന്നുള്ള എക്സ്പീരിയൻസ്, ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ വരുന്നത്. കണ്ട് പിന്നെ സെറ്റായി. കുറച്ചുകൂടെ എന്തോ പറഞ്ഞു നേച്ചറുമായി അടുത്തിരിക്കുന്നതല്ലേ അതുകൊണ്ട് നമുക്കിവിടെ ഉണ്ടോ ഫ്രണ്ടിൽ തന്നെ വയലും കാര്യങ്ങളാ. ഇവിടെ അടുത്ത് വീടുകളും കാര്യങ്ങളും കുറവാ, പക്ഷെ ഫുള്ള് നോക്കുമ്പോഴത്തേക്കും ഫുള്ള് വയല്, നടുക്കൊരു വീടെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ദാണ്ട് ഇവളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇവളിട്ട അത്തപ്പൂക്കളെ ഞാൻ കാണിച്ചു തരാം. ഇവള് ഞാനിവിടെ ഒരേ പ്രായം, പക്ഷെ ഇവളിട്ട അത്തപ്പൂക്കളം അത് നല്ല വൃത്തിയായിട്ട് ഇട്ടിരുന്ന അത്തപ്പൂക്കളാ. അജീഷേട്ടൻ വണ്ടി കയറ്റിക്കൊള്ളാം.
നാളെ ഞങ്ങൾ സൂപ്പറാക്കും. ഇതിടെ അത്തുപ്പുകൾ വിട്ടെ. കാക്ക 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 നോ നോ. നിന്റെ എക്സ്പീരിയൻസ് പറയടി. എന്നെ പറ്റി ഗോപിക പറ്റി നടുവാക്ക് പറ. ഗോപിക ചേച്ചി എന്ന് പറഞ്ഞാൽ വളരെ നല്ല എന്റെ സ്വന്തം 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 സ്വന്തത്തിനപ്പുറം എന്റെ സ്വന്തം. അങ്ങനെ പറയാൻ പറ്റാത്ത വാക്കുകളില്ല ഇനി. അഞ്ജലിയുടെ കാറ് ഉണ്ടോ? എന്റെ അല്ല, അഞ്ജലിയുടെ വീട്ടുകാരെടുത്ത കാറ്. ഇത് അജീഷണന്റെ കാറ്. ഇത് നിങ്ങളുടെ ഹോം ടൂർ ആട്ടോ. ഞങ്ങളുടെ ഹോം ടൂർ. യെസ്, നമുക്കെല്ലാം റൂമൊന്ന് കാണിച്ചല്ലോ. ഓക്കെ. ഇത് അജീഷണന്റെ ബുള്ളറ്റ്. ഇതാണ് അജീഷന് ശ്രീധരൻ കൊടുക്കുന്നത്. ശ്രീധരൻ ഇനി ഐഷന് വേറൊന്നുണ്ട്. ഇതാണ് ഐഷന്റെ ഷൂറാക്ക്. ഇത് കണ്ടോ, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇവര് വീടിന്റെ ഫ്രണ്ടില് ഫുള്ള് ചെടിയും എല്ലാം നല്ല രസം ഇവിടെ ഇരിക്കാനൊക്കെ. ഇതെല്ലാം ഐഷണന്റെ കേട്ടോ, ഇവിടെ ഒന്നും ചെയ്തില്ല, അതെല്ലാം ഐഷണൻ ചെയ്യുന്നത്. ഇതെല്ലാം ഐഷണൻ ചെയ്ത്. അത് ഞാൻ കാണിച്ചു കൊടുത്തു. ഇതെല്ലാം ഇവളെ ചെയ്യുന്നേ. ഇവളാണോ കൊച്ച്? ഇവളെ 2 രൂപ കൊച്ചതുകൊണ്ട് ആയിരിക്കുന്നത്. നമുക്കിനി അടുത്തൊരു സാധനം ഞാൻ കാണിച്ചു തരാം. ഫിഷ് ടാങ്ക്. ഇതിനകത്ത് ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ. എല്ലാം അജീഷണൻ ഈ പറഞ്ഞ ഈ ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്. ഈ എല്ലാ പെറ്റ്സിനെയൊക്കെ വളർത്തുന്ന എന്തുമായാലും നമുക്ക് പോയി കോഴിയൊക്കെ കണ്ടിട്ട് വരാം. നിങ്ങൾ വരുന്നോ കോഴി കുഞ്ഞുങ്ങളെ കാണാൻ? വീടിൻ്റെ ഞാൻ കാണിച്ചത് നല്ല രസമാണ് കേട്ടോ. ഇവിടെ ബാക്കി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഇവിടെ നേരത്തെ പശുവും കുതിരയും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ഫാമാണ്. കാണിച്ചത്. യെസ്, ഇത് നടന്നു പോകണം. അയ്യോ, അതാണ്ട് ഓരോന്നോരോന്നായിട്ട് എനിക്ക് കാണിച്ചു തരാം. ഹായ്, ഹായ് പറയൂ. ഹായ്. ഇതിൻ്റെ പേര് ഇന്ന് എനിക്ക് അറിഞ്ഞൂടാ. അജീഷനെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വിശദമായിട്ട് കാണിച്ചു തരാൻ അറിയത്തില്ല. ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു, അതൊക്കെ തുറന്നു വിട്ടേക്കുവാണോ എന്ന് അറിയത്തില്ല. അതിൻ്റെ അടുത്ത് നമുക്ക് കണ്ടിട്ടത് ഇപ്പം കുറവാട്ടോ. നിങ്ങൾ കോഴിക്കുഞ്ഞിനെ കണ്ടേ? ആയിട്ട് നടക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾ. കണ്ട നല്ല രസമില്ലേ? ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇത് ഇവിടെ മുട്ടയിട്ടെ, പക്ഷേ ഇത് വളർന്ന് വലിയ കുഞ്ഞുങ്ങളായി. മുട്ടയിട്ട എന്താ പറഞ്ഞേ? കോഴി പ്രസവിച്ചാന്ന് തോന്നുന്നു. ഈ കോഴിക്കുഞ്ഞിനെ കാണാൻ വിധി വിരിക്കുന്നവരുണ്ടോ? എൻ്റെ ഇവിടെ പോലെ നല്ല രസമല്ലേ? നമുക്ക് അമ്മയുടെ മുട്ടിൽ നിന്ന് മാറുന്നതുകൊണ്ട് അമ്മ അവിടെ ഇരിക്കുന്നു, എല്ലാവരും അവിടെ ഉണ്ട്. നമുക്ക് അടിപൊളി. ഇവിടെ ഇഷ്ടംപോലെ പ്രാവും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നെങ്കിൽ രാവിലെ തുറന്നു വിട്ട് കാണും. ഇനി എൻ്റെ അടുത്ത കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അടുത്ത സാധനത്തെ വളർത്താൻ വേണ്ടിയിട്ട് എല്ലാം ഓരോ സമയം കഴിയുമ്പോൾ കൊടുത്ത് അടുത്ത് വാങ്ങും. ഏതു കോഴിന്ന് വിളി. ബാ 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 കോഴി ബാ 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 ബാ. ഏത് വിളിയടി? കോഴി ബാ 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 ബാ. അതാ വിളിക്കുന്നേ, ഒന്ന് വിളിച്ചേ. എല്ലാം തപ്പി നടന്നു. താമരയാണോ താമരയാണോ? താമരയാണോ? ഫ്ലോപ്പാണെങ്കിൽ നിനക്ക് കമന്റ് വരും. അടിപൊളി കുളം കണ്ട. ഇതിനകത്ത് കൊണ്ട് കേട്ടോ ചെറിയ ചെറിയ മീൻ കാണാൻ പറ്റുന്നില്ല. കണ്ടോ, അതാണ്ട വന്നു. നല്ല എൻട്രി ആയിരുന്നു. ഞാൻ പറഞ്ഞു എന്തോ നാരങ്ങ വേണോ? എന്തോ പറഞ്ഞേ? സോഡ നാരങ്ങ 3 നിങ്ങൾക്ക് 3 പേർക്ക്. ക്ഷീണം. ഇവിടെ ഷൂട്ട് ഉണ്ടായിരുന്നു.
അജീഷനുണ്ട്. ഓക്കെ എന്നാ ഓക്കെ, അവർക്ക് വേണ്ട, ക്യാൻസൽ ചെയ്തേക്ക്. ഒരു ഹായ് പറയോ? ആ വലിയ ചാടല്ലേ. ഹായ് പറയടി. എന്തല്ലേ ഹായ്? ഹലോ, ഓണത്തിൻ്റെ ഒരു ഷൂട്ടാണ് കേട്ടോ, അത്തപ്പൂക്കള മത്സരം. എൻ്റെ ചേച്ചി ഉണ്ട്. എൻ്റെ ചേച്ചിയുടെ കാല് പോയി. കാല് നോക്കട്ടെ, എന്താ പറ്റിയതാ? ഓണായിട്ട് ചരുവം വീണ് കാലും പോയി. ഈ പൂ കണ്ടോ? ഇതിനകത്തുനിന്ന് എടുത്താൽ മതിയോ? ഇന്നലെ അജീഷണ്ണ ഗൈസ്, ഷൂട്ടിംഗ് വീഡിയോ എല്ലാം ഇത്രേ ഉള്ളായിരുന്നു. എൻ്റെ ഡെയിലി ലൈഫിൽ നടക്കുന്ന ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. കാരണം എന്ന് വെച്ചാൽ എന്ത് പറയുന്നത്, നമ്മൾ കണ്ടന്റ് എടുക്കുക, അതിൻ്റെ ഇടയിൽ കൂടെ വ്ളോഗ് എടുക്കുക, ഫോണിൽ സ്റ്റോറേജ് വേണം, എല്ലാം കൂടെ എന്തോ പിന്നെ നടക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഫോൺ ചത്തൊക്കെ ഇരിക്കുന്നു. ഐഫോണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചില സമയത്തുണ്ടല്ലോ സ്റ്റക്കായിട്ട് ഇങ്ങനെ എന്തുവാ വീഡിയോ ഒക്കെ ഇങ്ങനെ നമ്മൾ റോബോട്ട് നടക്കുന്നതൊക്കെ നടക്കുന്നു. അപ്പം വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തുള്ള കുറേ വീഡിയോസ് ഉണ്ട്. കുറേ വീഡിയോസ് നിങ്ങൾക്കൊരു കമൻറ്റ് ചെയ്യും, നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോ വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യും, അതിനനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യും. എനിക്ക് അല്ലാണ്ട് എങ്ങനെ വ്ളോഗ് ചെയ്യണമെന്നൊന്നും വലിയ ധാരണയൊന്നുമില്ല. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഇതിനകത്ത് പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. നോർമലി നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നു. എല്ലാവരും അറിഞ്ഞിരിക്കാൻ തോന്നുന്നു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.